നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള PSC ഇന്ന് രാവിലെ ഫാം വർക്കർ എന്ന് പറയുന്ന എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. അപ്പോൾ ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഫാം വർക്കർ പരീക്ഷ എഴുതിയവർ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിന്റെ മാർക്ക് എത്ര കിട്ടുന്നു എന്നുള്ള കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. LDC പരീക്ഷ എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കുക. ഇനി വരുന്ന പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ LDC പരീക്ഷ എഴുതാൻ പോകുന്നവരും വരാൻ പോകുന്ന LDC പരീക്ഷകൾ എഴുതാൻ പോകുന്നവരും ഈ ഒരു എക്സാമിന് ഒരു മോഡൽ എക്സാം ആയി കാണുക. ഓക്കെ, എന്നിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയും അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീയും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 1916 കാർവെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെ എന്നാണ് ചോദ്യം. ഉത്തരം പറയുകയാണ്. ഓപ്ഷൻ ഏതാണ് ശരി ഉത്തരം? ഒന്നാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി എഴുതിയവർക്ക് ശരി ഉത്തരം മഹാരാഷ്ട്രയിലാണ് കേട്ടോ, മഹാരാഷ്ട്രയിലാണ്. കുറച്ച് സ്പീഡിൽ പോവുകയാണേ. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കിക്കൊണ്ട് രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമായത് ഏത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി എഴുതുന്നവർക്ക് ശരി ഉത്തരം ഏതാണ്? ആനന്ദമഠമാണ്, ആനന്ദമഠം. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു സംഭവത്തെ കുറിച്ച് ആരാണ് ഇങ്ങനെ പറഞ്ഞത് എന്നാണ് നമ്മുടെ ചോദ്യം വരുന്നത്. ആരാണ് ഈ ഒരു രീതിയിൽ സംസാരിച്ച ആരാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, ഗാന്ധിജിയാണ് അല്ലെ, ഗാന്ധിജിയാണ്. നാലാമത്തെ ചോദ്യം ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? സിമ്പിൾ ചോദ്യമാണ്, നമുക്കറിയാം ഏതാണ്? ബംഗാളാണ് അല്ലെ, ബംഗാൾ. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായിട്ടുള്ള അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആരാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാന്നുള്ളത് തന്നെയാണ്. ഓപ്ഷൻ ബി എഴുതുന്നവർക്ക് ശരി ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദാണ് അല്ലെ, മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റായത് ഏതാണ്? അപ്പൊ ആമുഖം ജവഹർലാൽ നെഹ്റു, ഭരണഘടനാ അവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3, നിർദ്ദേശിക തത്വങ്ങൾ മഹാത്മാഗാന്ധി, ലക്ഷ്യപ്രമേയം BR അംബേദ്കർ എന്ന് പറയുന്നത്. ഇതിൽ തെറ്റായിട്ടുള്ള ഏത് തന്നെയാണ്? ലക്ഷ്യപ്രമേയം BR അംബേദ്കർ, അതാണ് തെറ്റായിട്ട് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ദൃഢവും അയവുള്ളതുമായിട്ടുള്ളത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ളത്, സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടനയുണ്ട്, മാർഗനിർദ്ദേശക തത്വങ്ങളുണ്ട് എന്നും പറയുന്നുണ്ട്. ഏതാണ് ശരി ഉത്തരം വരുന്നത്? ഓപ്ഷൻ സി എഴുതുന്നവർക്ക് ശരി ഉത്തരം ഈ പറയുന്നവയിൽ 1, 2, 4 ഉത്തരം കേട്ടോ. ഒന്നാമത്തെയും രണ്ടാമത്തെയും അതുപോലെ തന്നെ നാലാമത്തെയുമാണ് ഉത്തരങ്ങൾ വരുന്നത്. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടനയൊന്നും നമുക്കില്ല അല്ലെ. അടുത്ത് പറയുന്നത് എന്താണ്? ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സംബന്ധിച്ചിരിക്കുന്നു? ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അതുപോലെ തന്നെ അംഗീകരിക്കലും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന 8ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്ന ഏതാണ്? കിട്ടിയോ? അപ്പൊ ഉത്തരം നമുക്കറിയാം, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അല്ലേ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. പാർലമെന്റ് ആണ്. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സൗജന്യ നിയമസഹായം, ലഹരി വസ്തുക്കളുടെ നിരോധനം. ഏതാണ് ഈ പറയുന്നവയിൽ? ഓപ്ഷൻ ബി എഴുതുന്നവർക്ക് ശരി ഉത്തരം ഏതാണ് ശരി ഉത്തരം? 1ഉം 2ഉം ആണ് അല്ലെ. മൗലിക അവകാശങ്ങൾ ചോദിച്ചാൽ ഈ പറയുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശവുമാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ്. ഇത് ആരുടെ വാക്കുകളാണ് എന്നാണ് ചോദ്യം. സിമ്പിൾ ആണ്, നമ്മുടെ SCERT ടെക്സ്റ്റുകളിൽ കാണുന്നത് തന്നെയാണ്. ഉത്തരം വരുന്നത് പ്ലാറ്റോ ആണ്. താഴെ തന്നിരിക്കുന്നത് കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഈ പറയുന്നവയിൽ ആരെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം അല്ലെ. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി. മിശ്രഭോജനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, വിദ്യയും അതുപോലെ തന്നെ വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതിക്ക് സാധ്യമാകൂ. ഇതൊക്കെ പറഞ്ഞത് ആരാണ്? അതുപോലെ തന്നെ അധസ്ഥിത ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും, ഇതൊക്കെ ആരാണ്? ഓപ്ഷൻ 11 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അല്ലെ. ചട്ടമ്പി സ്വാമി, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. താഴെ തന്നിരിക്കുന്ന ജോഡികൾ കണ്ടെത്തുക അല്ലെങ്കിൽ തെറ്റുകൾ കണ്ടെത്തുക എന്നാണ്. അയ്യങ്കാളി കല്ലുമാല സമരം, ശ്രീനാരായണ ഗുരു അരിപ്പുരം പ്രതിഷ്ഠ, വൈകുണ്ഠസ്വാമി അയിത്തത്തിനെതിരെയുള്ള കിണറുകൾ കുഴിച്ചു, അതുപോലെ സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് രാമകൃഷ്ണ പിള്ളയാണെന്നും പറയുന്നുണ്ട്. ഏതാണ് ഈ പറയുന്നതിൽ തെറ്റായിട്ടുള്ളത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഈ പറയുന്നതിൽ തെറ്റ്. സ്വദേശാഭിമാനി പത്രം രാമകൃഷ്ണ പിള്ള എന്ന് പറയുന്നതാണ് ഈ പറയുന്നതിൽ തെറ്റായ ജോഡി. 12 ഡി ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം: LMS അല്ലെങ്കിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചതെന്നാണ് നമ്മുടെ 13ാമത്തെ ചോദ്യം. ഉത്തരം ഏതാണ് വരുന്നത്? LMS വരുന്നത് തിരുവിതാംകൂറിലാണ് അല്ലെ, തിരുവിതാംകൂർ. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എപ്പോഴെന്നാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം. ഉത്തരം അറിയാലോ, ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 1924 നവംബർ 1 സവർണ ജാഥ നടത്തുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ 15ാമത്തെ ചോദ്യം: 1.25 കോടി മലയാളികൾ. സിമ്പിൾ ആണ്, നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്. ഉത്തരം ഏതാണ്? EMS നമ്പൂതിരിപ്പാടിന്റെ ഗ്രന്ഥത്തിന്റെ പേരാണ് 1.25 കോടി മലയാളികൾ. 2024 നിലവിൽ വന്ന
ലോക്സഭ എത്രാമത്തേതാണെന്നാണ് ചോദ്യം. ലോക്സഭ എത്രാമത്തേതാണ്? 16. ഓപ്ഷൻ സി എഴുതുന്നവർക്ക് ശരി ഉത്തരം ഏതാണ്? 18 ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറയുന്നവയിൽ ആരാണ്? ഓപ്ഷൻ ബി ആണ്. നമുക്കറിയാം ധർമ്മേന്ദ്ര പ്രധാനാണ് നിലവിലത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പൗസ് ചെയ്ത ശേഷം ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കുക. ഈ പറയുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായിട്ട് ബന്ധമില്ലാത്തത് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് വരുന്നത്. എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ മാത്രം എന്ന് പറയുമ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് ആയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് എന്ന് പറയുന്നതാണ് ഈ പറയുന്നതിൽ തെറ്റായിട്ട് വരുന്നത് അല്ലെ? തെറ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയെ കാലഗണന ക്രമത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, ക്രമീകരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ടൈം അനുസരിച്ച് അല്ലെങ്കിൽ ടൈം ലൈൻ അനുസരിച്ച് എഴുതുക എന്നാണ് നമ്മുടെ 19ാമത്തെ ചോദ്യം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി നോക്കുമ്പോഴത്തേക്കും ടൈം ലൈൻ അനുസരിച്ച് എഴുതുമ്പോൾ ആദ്യം വരുന്ന ഏതാണ്? ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു എന്ന് പറയുന്നു. രണ്ടാമത്തത് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISRO വരുന്നു. അതിനുശേഷം ആര്യഭട്ട എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിക്കുന്നു. അവസാനം ചന്ദ്രയാൻ ദൗത്യം. 1, 2, 3, 4 ഓപ്ഷൻ ഈസ് ദി കറക്റ്റ് ആൻസർ. 20ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളും താഴെ കൊടുത്തിരിക്കുന്നു. ഇതിൽ തെറ്റായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പറയുന്നവയിൽ 3 ശരിയാണ്. നമുക്കറിയാം ബിലായ് സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ ശരിയാണ്. ഈ പറയുന്നവയിൽ ബൊക്കാറോയുടെ കാര്യം വരുന്ന മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 21ാമത്തേതാണ്. ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയിട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ 21ാമത്തെ ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കുക. ഈ പറയുന്നവയിൽ ശരിയായിട്ടുള്ള ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1, 2, 1, 3, 4 ആണ്. എന്ന് പറയുമ്പോൾ ഈ 51, 56 കാലയളവ് ശരിയാണ്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ശരിയാണ്. ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നു, ശരിയാണ്. അപ്പോൾ 1, 3, 4 ആണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത 23ാമത്തെ ചോദ്യം, അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന് മഹാക്ഷേത്രങ്ങളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? അണക്കെട്ടുകൾ ഇന്ത്യൻ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞത് ആരാണ്? കിട്ടിയോ? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ആണ് അങ്ങനെ പറയുന്നത്. ജവഹർലാൽ നെഹ്റു ആണ്. നിതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരെന്നാണ് 23ാമത്തെ ചോദ്യം. നമുക്കറിയാം സുമൻ ബറിയാണ് നിതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ. ചന്ദ്രയാൻ 3ന്റെ പേടകം ചന്ദ്രന്റെ ധ്രുവത്തിൽ ഇറങ്ങിയത് എപ്പോഴെന്നാണ് 24ാമത്തെ ചോദ്യം. 2023 ഓഗസ്റ്റ് 23-നാണ് എന്ത് ചെയ്യുന്നത്? ചന്ദ്രയാൻ 3ന്റെ പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്നത് 23 ഓഗസ്റ്റ് 23-ലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഈ പറയുന്നവയിൽ 1, 2, 4 എന്ന് പറയുമ്പോൾ പട്കായബും അതുപോലെ തന്നെ മിസോ കുന്നുകൾ അതുപോലെ തന്നെ ഏതാണ്? ഗാരോ ഖാസി കുന്നുകൾ. അപ്പൊ ഇത് 3 ഈ പറയുന്നവയിൽ ഏതായിട്ട് വരുന്നത്? ശരിയായിട്ട് വരുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ സമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് 26ാമത്തെ ചോദ്യം. ഈ പറയുന്നവയിൽ ശരിയല്ലാത്ത ഏതാണ്? ഇതിൽ ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്തതായിട്ട് വരുന്നത്. എന്ന് പറയുമ്പോൾ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു എന്ന് പറയുന്നതും അതുപോലെ തന്നെ താരതമ്യേന വീതി കൂടുതലാണെന്ന് പറയുന്നതുമാണ് ഈ പറയുന്നവയിൽ ശരിയല്ലാത്തത്. അടുത്ത ചോദ്യം 27, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പറയുന്നവയിൽ ശരിയായത് ചോദിച്ചാൽ ഈ പറയുന്നവയിൽ ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ എന്ന് പറയുന്നതും പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ് സമൂഹത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നതുമാണ് ശരി ഉത്തരം. 2, 3 മാത്രമാണ് ഇതിൽ ഉത്തരമായിട്ട് വരുന്നത്. താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏത് എന്നാണ് നമ്മുടെ 28ാമത്തെ ചോദ്യം. ഏതാണെന്ന് അറിയാമോ? ഓപ്ഷൻ ഡി എഴുതിയവർക്ക് ശരി ഉത്തരം ഏതാണ്? 3, 4 ആണ്. 3 എന്ന് പറയുമ്പോൾ പാരദ്വീപ്, 4 എന്ന് പറയുമ്പോൾ ഹാൽദിയ. ഓക്കെ, അടുത്ത ചോദ്യം, ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? തുംഗഭദ്ര എന്ന് പറയുന്നത് കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിട്ടുണ്ട്. ഇവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക എന്നാണ് 30ാമത്തെ ചോദ്യം. ഈ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത്. ചീയപ്പാറ, പത്തനംതിട്ട എന്ന് പറയുന്നതാണ് ശരിയല്ലാത്തത്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ് പറയുന്നത്. ശരിയായത് കണ്ടെത്തുക എന്നാണ്. 31ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ ശരിയാണ്. വേമ്പനാട് കായലിൽ പതിക്കുന്ന പമ്പയുടെ പോഷക നദികളാണ് കക്കി, കല്ലാർ ശരിയാണ്. പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു, അതും ശരി തന്നെയാണ്. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് കണ്ടെത്താനായിട്ട് പറയുന്നത്. 32ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി എഴുതുന്നവർക്ക് ശരി ഉത്തരം 1, 2, 4 ഈ പറയുന്നവർ ശരി ഉത്തരം. ഏതൊക്കെയാണ്? 1ാമത്തേതും 2ാമത്തേതും അതുപോലെ തന്നെ 4ാമത്തേതുമാണ് ഈ പറയുന്നവയിൽ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ വരുന്നത്. 33 നോക്കാം. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതെന്നാണ് 33ാമത്തെ ചോദ്യം. ഈ പറയുന്നവയിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? 33 ഓപ്ഷൻ ബി എഴുതുന്നവർക്ക് ശരി ഉത്തരം 2, 4 ആണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയുടെ കേസ് പറയുന്നത്, ഇടുക്കിയിലെ ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷിയുടെ കാര്യവും പറയുന്നതാണ് തെറ്റായിട്ട് വരുന്നത്. ബാക്കി 2 പോയിന്റുകൾ ശരിയാണ്.
കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് 34ാമത്തെ ചോദ്യം. ഈ പറയുന്നവയിൽ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മുതൽ 75 മീറ്റർ വരെ ഉയരം എന്ന് പറയുന്നതാണ് ഈ പറയുന്നവയിൽ ശരിയല്ലാത്തത്. ബാക്കി പറയുന്നതെല്ലാം ശരി തന്നെയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? ഇതിനകത്ത് 4 പേരുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പറയുന്നവരിൽ KT ഇർഫാനും അതുപോലെ തന്നെ സിനി ജോസും കൂടാതെ നമ്മുടെ അഞ്ജു ബോബി ജോർജുമാണ് കേരളത്തിൽ നിന്നുള്ളത്. ജിമ്മി ജോർജ് കേരളത്തിൽ നിന്നുള്ള ആള് അല്ല. പലർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ് ജിമ്മി ജോർജിന്റെ കേസ്. കേരളത്തിൽ നിന്നുള്ള ആളെന്ന് മനസ്സിലാക്കുക. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്താനാണ് 36ാമത്തെ ചോദ്യം. 36ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഏതാണ്? ഈ പറയുന്നതിൽ മത്സ്യഫണ്ട് ആരംഭിച്ച വർഷം 84 ശരിയാണ്. മത്സ്യഫണ്ടിന്റെ ആസ്ഥാനം തെറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കേരളത്തിന് ഔദ്യോഗിക മത്സ്യം, ഇത് രണ്ടുമാണ് തെറ്റായിട്ട് പറയുന്നത്. 1ഉം 4ഉം എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. അപ്പോൾ യോജിക്കാത്തത് ചോദിച്ചാൽ 2ഉം 3ഉം. ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. 36ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 37 നോക്കാം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം നമുക്കറിയാം പെരിയാറാണ്. കടൽ തീരം ഇല്ലാത്ത ജില്ല ഏത് എന്നാണ് താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം പത്തനംതിട്ടയ്ക്ക് കടൽ തീരമില്ല. 40ാമത്തത് താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? 39 ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി നമുക്കറിയാം ദേശീയ ജലപാത 3 ആണ്. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എപ്പോഴെന്നാണ് നമ്മുടെ 40ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി 2023 ഓഗസ്റ്റ് 23 നമുക്കറിയാം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരെന്നാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻ ഡി ആയിട്ടുള്ള SK വസന്തൻ, അതാണ് ശരി ഉത്തരം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ഏതെന്നാണ് 42ാമത്തെ ചോദ്യം. അതെന്താണ്? കെടാവിളക്ക്. ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യത്തെ താരമേറെന്നാണ് 43ാമത്തെ ചോദ്യം. വിരാട് കോഹ്ലി. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്നാണ് 44ാമത്തെ ചോദ്യം. എന്തൊക്കെയാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുക, വോട്ടിംഗ് മെഷീന്റെ ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടങ്ങൾ രൂപീകരിക്കൽ. ഇത് 4ഉം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ തന്നെയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അടുത്ത, നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് ആരെന്നാണ് 45ാമത്തെ ചോദ്യം. ആരാണ്? സർദാർ പട്ടേലും അതുപോലെ തന്നെ VP മേനോനും. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതെന്നാണ് 46ാമത്തെ ചോദ്യം. ഏതാണ്? ഈ പറയുന്നവയിൽ നെല്ലാണ്. ഖാരിഫ് വിളയായിട്ട് വരുന്ന നെല്ലാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏതെന്നാണ് ചോദ്യം. കാപ്പിക്കുരു ഏതാണ്? ഇതേ ചോദ്യത്തിന് മറ്റൊരു സാധനം നമ്മൾ കണ്ടതാണ്. ഏതാണ്? അറബിക്ക. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ISRO സ്ഥാപിതമായ വർഷം ഏതാണ്? ISRO സ്ഥാപിതമായ വർഷം 69. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? അറിയാമോ? 49. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, കോഴിക്കോട്. 23 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം 50. ഓപ്ഷൻ എ ബീഹാർ ആണ് ശരി ഉത്തരം. 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ഇന്ത്യ നേടിയ ആദ്യത്തെ അല്ലെങ്കിൽ ആകെ മെഡലുകൾ എത്രയെന്നാണ് നമ്മുടെ 51ാമത്തെ ചോദ്യം. ഉത്തരം അറിയാമോ? 51. ആകെ മെഡലുകൾ എത്രയെണ്ണം നേടി? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. 107 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേരെന്താണ്? സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേര് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നമുക്കറിയാം ആദിത്യ L1 ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? നമുക്കറിയാം അത് എവിടെയാണ്? ചെവിയിലാണ് അല്ലെ? മേലിയസ് ഇൻ ദ സ്റ്റേപ്പീസ്, അതിലെ സ്റ്റേപ്പീസ് ആണ്. അടുത്ത്, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് 84ാമത്തെ ചോദ്യം. അപ്പൊ ഈ പറയുന്നവയിൽ ഒന്നാമത്തേത് വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് നിശാന്തത. ശരിയാണ്. അതുപോലെ തന്നെ ബെറി വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. ഇത് രണ്ടുമാണ് ശരി ഉത്തരം. ബാക്കിയുള്ള രണ്ടും തെറ്റ് തന്നെയാണ്. അടുത്ത, ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏതാണ്? ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏതാണ്? ഓപ്ഷൻ എ എഴുതിയവർക്ക് ശരി ഉത്തരം എന്താണ്? പൊക്കാളിയാണ്. കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വന ഗവേഷണ സ്ഥാപനം പീച്ചി അല്ലേ? പീച്ചി വാഴാനി. നമുക്കറിയാം ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക്ക തലത്തിൽ ജീവികൾ എപ്പോഴും ആരായിരിക്കും? ഒന്നാമത്തത് നമുക്കറിയാം അത് എപ്പോഴും ഉൽപാദകരായിരിക്കും, പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. അടുത്ത, പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ഓപ്ഷൻ ഡി ആണ്, അരുൺ അലോഷ്യസ് ആണ്. ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏതാണെന്ന് അറിയാമോ? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, BARC ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ, ഇതിനകത്ത് താപത്തിന്റെ യൂണിറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രസ്താവനയാണ്. ഈ പറയുന്നവയിൽ താപത്തിന്റെ SI യൂണിറ്റ് ജൂൾ ആണ് എന്ന് പറയുന്നതും താപത്തിന്റെ SI യൂണിറ്റിലാണ് കെൽവിൻ എന്ന് പറയുന്നതും ഈ രണ്ടുമാണ് ശരി ഉത്തരം. താപത്തിന്റെ SI യൂണിറ്റ് ജൂളും താപനിലയുടെ ആണെങ്കിൽ കെൽവിനുമാണ്. ഇത് രണ്ടുമാണ് ഈ പറയുന്നതിൽ ശരി ഉത്തരം. 1ഉം 4ഉം ഓപ്ഷൻ എ ആണ്. 60ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? പവർ വാട്ട് ശരിയാണ്, ഊർജം ജൂൾ ശരിയാണ്, പ്രവൃത്തി ജൂൾ ശരിയാണ്, ബലം പാസ്കൽ ആണ് ഈ പറയുന്നവയിൽ തെറ്റായ
തെറ്റായ ജോഡി 61 ഓപ്ഷൻ ഡി ആണ്. അലുമിനിയത്തിന്റെ ധാതു എന്താണ് ഈ പറയുന്നവയിൽ? ക്രയോലൈറ്റ് ആണ്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ഈ പറയുന്നവയിൽ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ബേക്കലൈറ്റ് ആണ് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത്. അടുത്തത് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ ഈ പറയുന്നവയിൽ ഏതാണ്? ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, വെള്ളെഴുത്ത്, മാലക്കണ്ണ്. ഏതാണ് ഈ പറയുന്നവയിൽ വരുന്നത്? ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് എന്ന് പറയുമ്പോൾ ദീർഘദൃഷ്ടിയും അതുപോലെ തന്നെ വെള്ളെഴുത്തുമാണ് നമുക്ക് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയുന്നത്. 2023 സെപ്റ്റിമിയാസ് അവാർഡിൽ ഏറ്റവും മികച്ച നടനായിട്ട് ഏഷ്യൻ നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നടനായിരുന്നു അറിയാമോ? 65 ഓപ്ഷൻ ബി ആണ്. ടൊവിനോ തോമസ് ആണ്. അതുപോലെ ഏഷ്യൻ നടനാണ് ടൊവിനോ തോമസ് കേട്ടോ. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയായ നഗരം ഏതാണ്? 66 ഓപ്ഷൻ സി ആണ്. ഏതാണ്? കോയമ്പത്തൂരാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഈ 3 പ്രസ്താവനകൾ പറയുന്നുണ്ട്. ശരിയായത് ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ഒന്ന് മാത്രം. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഡിഫ്തീരിയ എന്ന് പറയുന്നത് ബാക്ടീരിയ രോഗമാണ്. അതാണ് ശരി ഉത്തരം. അനോഫിലിസ് പെൺകൊതുകുകൾ അല്ലെങ്കിൽ കൊതുകുകൾ വാഹകാരിയാവുന്ന രോഗം ഏതെന്നാണ് നമ്മുടെ 68ാമത്തെ ചോദ്യം. ഏതാണ്? ഓപ്ഷൻ സി ആണ്. മലമ്പനിയാണ്. അനോഫിലിസ് കൊതുകുകൾ മലമ്പനിയാണ്. ശരിയായ ജോഡി ഏതാണ്? ഈ പറയുന്നവയിൽ ക്ഷയം BCG, ടെറ്റനസ് OPV, ഡിഫ്തീരിയ MMR, അതുപോലെ തന്നെ പോളിയോ DPT എന്ന് പറയുന്നുണ്ട്. ശരിയായ ജോഡി ഏതാണ്? 69 ഓപ്ഷൻ എ മാത്രമാണ്. ക്ഷയം BCG എന്ന് പറയുന്നത് മാത്രമാണ് ഈ പറയുന്നവയിൽ ശരിയായിട്ട് വരുന്നത്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതെന്നാണ് 70ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇരുമ്പാണ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ജീവിതശൈലി രോഗം അല്ലാത്തത്? ഹീമോഫീലിയാണ് ജീവിതശൈലി രോഗം അല്ലാത്തത്. ബാക്കിയുള്ള എല്ലാം എന്ന് തന്നെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗം തന്നെയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പദ്ധതി ഏതെന്നാണ് 72ാമത്തെ ചോദ്യം. ഏതാണ്? മൃതസഞ്ജീവനി. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി കുഷ്ഠമാണ്. നിപ്പ രോഗത്തിന്റെ പ്രകൃതിയാലുള്ള വാഹകരായിട്ടുള്ള ജീവി നമുക്കറിയാം വവ്വാലാണ്. ആതിഥേയ ജീവികളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിയുന്ന രോഗാണു ഏതെന്നാണ് നമ്മുടെ 75. ഓപ്ഷൻ ഡി വൈറസ് ആണ്. ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏതെന്നാണ് 76ാമത്തെ ചോദ്യം. ഏതാണ് ആയുഷിൽ ഉൾപ്പെടാത്തത്? സി ആണ്. അലോപ്പതിയാണ് ഇതിൽ ഉൾപ്പെടാത്തത്. അടുത്തത്, താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? എക്സൈസുമായിട്ട് ബന്ധപ്പെട്ടത് ഏതെന്നാണ് ചോദ്യം. ഏതാണ് ഈ പറയുന്നവയിൽ എക്സൈസുമായിട്ട് ബന്ധപ്പെട്ടത്? വിമുക്തിയാണ്. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ സി മെഡീസപ്പ് ആണ്. അടുത്ത്, ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായിട്ട് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പേര് എന്താണ്? പദ്ധതിയുടെ പേര് എന്താണ് ചോദ്യം. എന്താണ് ഈ പറയുന്നവയിൽ? അത് പൊൻവാക്കെന്നാണ്. മൃതസഞ്ജീവനിയുടെ ഗുഡ്വിൽ അംബാസഡർ ആരെന്നാണ് ചോദ്യം. നമുക്കറിയാം അത് മോഹൻലാലാണ്. മൃതസഞ്ജീവനിയുടെ ഗുഡ്വിൽ അംബാസഡർ മോഹൻലാലാണ്. ഇനി മാത്സ് ആണ് കേട്ടോ. 81 മുതൽ മാത്സ് ആണ്. നമുക്ക് നോക്കാം. സി, ഒന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി 100 ആണ്. 82ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി 36. 83ന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ശരി ഉത്തരം. അടുത്ത 84ന്റെ ഉത്തരം വരുന്ന ഏതാണ്? 84 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 85ന്റെ ഉത്തരം വരുന്ന ഏതാണ്? 85 ഓപ്ഷൻ എ 6%. 86ന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 130 ലിറ്റർ. 87ന്റെ ഉത്തരം നോക്കാം. 87 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 88 നോക്കാം. 88 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം 1.2. 89 ആണെങ്കിലോ 89 5.25 kg ആണ്. അടുത്ത 90ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 90 ഓപ്ഷൻ ബി 180 ആണ് ശരി ഉത്തരം. അടുത്ത 91 നോക്കാം. 91 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 91 ഓപ്ഷൻ സി ആണ്. 92ന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ എ 56. 93ന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 93 ഓപ്ഷൻ സി 4:65. 94ന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 5. 95ന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി 32 ആണ്. അടുത്ത 96ന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 97ന്റെ ഉത്തരം വരുന്നത് 13 ആണ്. 98ന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 99ന്റെ ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി 44 ആണ്. 100ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഈ പറയുന്നതിൽ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ആൻസർ കീ വരുന്നത്. അപ്പൊ എന്തായാലും ആൻസർ അല്ലെങ്കിൽ ഈ പറയുന്ന PDF നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. PDF നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ടെലഗ്രാമിൽ കയറിയ ശേഷം KF നോളജ് ഫാക്ടറി PSC എന്നെന്ത് ചെയ്യുക, ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ കാണാനായിട്ട് കഴിയും. അതിൽ കയറി ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറും PDF അപ്ഡേറ്റ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക, നിങ്ങളുടെ മാർക്ക് കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.